ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ച് ഒരു പുസ്തകം പരിചയപ്പെടുത്താനുള്ള അവസരം എനിക്ക് കിട്ടി. അഖില മാമിന്റെ രണ്ടാമത്തെ പുസ്തകമായ പട്ടെടുത്ത ഭൂതം എന്ന പുസ്തകം, അതൊന്ന് കണ്ടു നോക്കിയാലോ. ഇദ്ദേഹത്തോട് ചേർന്നതായിരുന്നു. ഇപ്പോൾ ഷിഫ്ന 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2023 മലയാള മിഷൻ സുഗതാഞ്ജലി കാവ്യാലപന മത്സരത്തിൽ ആഗോളതലത്തിൽ കേരള സർക്കാരിന്റെ പുരസ്കാരം നേടിയ അഭിമാനമായ പെൺകുട്ടിയാണ്. കവിത, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, ലളിതഗാനം എല്ലാം അതുല്യമായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ കൊച്ചുമകളാണ് നമ്മുടെ ഷിഫ്ന. എന്റെ പേര് ഷിഫ്ന. പുസ്തകം പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. അഖില മാമിന്റെ രണ്ടാമത്തെ പുസ്തകമായ പട്ടെടുത്ത ഭൂതം എന്ന പുസ്തകം പ്രകാശന വേളയിൽ നിങ്ങളോടൊപ്പം ഇന്നിവിടെ ഇരിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. മാമിന്റെ ആദ്യത്തെ പുസ്തകം കുഞ്ഞിയുടെ കുഞ്ഞിപ്പാട്ടുകൾ, പുസ്തകം കുട്ടി കുട്ടി കവിതകളായിരുന്നു. മാമിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് പട്ടെടുത്ത ഭൂതം. ഈ പുസ്തകത്തിൽ 9 കഥകളാണ് വരുന്നത്. ഈ കഥകൾ കുട്ടികൾക്ക്, അമ്മമാർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല കഥകളാണ്. എല്ലാ കഥകളും കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്ക് വായിച്ച് രസിക്കാൻ പറ്റുന്ന നല്ല ഒരു പുസ്തകമാണ് ഇത്. എല്ലാ കഥകളും തന്നെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കരുതലിന്റെയും എല്ലാം സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അഖില മാം ഈ പുസ്തകം എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കഥകളാണ് പട്ടെടുത്ത ഭൂതവും ചാക്കോ മാഷും. കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖമാണ് പട്ടെടുത്ത ഭൂതം എന്ന കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഏതൊരു മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരു കുട്ടിയെയും ഒരു അധ്യാപകൻ വിചാരിച്ചാൽ തിരുത്താം എന്നുള്ള ഒരു സന്ദേശമാണ് ചാക്കോ മാഷ് എന്ന കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയെ പോലെയാണ് എനിക്ക് മാമ. ഞാൻ മലയാള മിഷന്റെ ഒരു ക്യാമ്പിനായി മാമുമായി പോയപ്പോൾ 4 ദിവസമാണ് ആ ക്യാമ്പ് നീണ്ടു നിന്നത്. ആ 4 ദിവസവും എന്നെ എൻ്റെ അമ്മയുടെ സ്നേഹം തന്ന് എന്നെ നോക്കിയത് എൻ്റെ മാമാണ്. അന്ന് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു പുസ്തക ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പുസ്തകം പരിചയപ്പെടുത്തുക എന്ന ദൗത്യം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പുസ്തകം വായിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി